ഹലോ ഫ്രണ്ട്സ്, കല്ലു സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങൊരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്നറിയാമോ? നെയ്യാർ ഡാമിലോട്ടാണ് കേട്ടോ. അവിടെ ഓണത്തിന് ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാണാൻ പോകാമെന്ന് വിചാരിച്ച് പോയാണ്. പോയ പാടനെ കല്യാണം ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്. കയറും മുമ്പ് തന്നെ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. അതിനുശേഷമാണ് ഗേറ്റിൻ്റെ അകത്തോട്ട് കയറുന്നത് കണ്ടോ. അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 5-6 മണിയായി. അപ്പോൾ അതിൻ്റെതായ ലൈറ്റുള്ള പ്രകാശവും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുകയായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്ത് കേട്ടോ അതിൻ്റെ അകത്ത് കയറി. അപ്പോൾ ചേട്ടൻ വിചാരിച്ചു ഞാൻ വെറുതെ ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന്. അങ്ങനെ ഊളിഞ്ഞ് നോക്കി ചമ്മിപ്പോയി. പിന്നെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ നേരെ ഒരിട്ട് തുടങ്ങി. കേശുവാണെങ്കിൽ ഓട്ടം തുടങ്ങി. ഒരു ബോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ വന്ന് 2-3 ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ പറയാനില്ല, അത്രയും മേൽ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 8 വരെയായിരുന്നു കേട്ടോ അവിടുത്തെ മേളം ഉണ്ടായിരുന്നത്. അങ്ങനൊരു മത്സ്യകന്യക നിൽപ്പുണ്ട് കണ്ടോ. മത്സ്യകന്യകയല്ല, ആ കുടത്തിൽ നിന്ന് വെള്ളം താഴോട്ട് വീണുണ്ട്. ഒരുപാട് മത്സ്യങ്ങൾ താഴെ ഓടിച്ചാടിയൊക്കെ പോകുന്നുണ്ട് കണ്ടോ. കേശുവിനെ അത് കണ്ടിട്ടും മതിയാവണില്ല. എന്നൊക്കെ നമ്മൾ ഇറങ്ങി പോകേണ്ട കുറച്ച് താഴ്ഭാഗത്തോട്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു കേശു എന്നാൽ വെള്ളത്തിൽ തന്നെ പോയി കുളിച്ചിട്ട് വരുമെന്ന് മീനിൻ്റെ കൂടി. കുറേ സമയമാകുമ്പോഴത്തേക്കും ഇനി ഒരുപാട് കാണാനുണ്ടല്ലോ. പിന്നെ അവനെ വിളിച്ചുകൊണ്ട് വലിയ തന്നെ അങ്ങോട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഓരോ സ്ഥലത്തും അവർ വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് വെള്ളം തുറന്നു വിടുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ ചെറിയ ഡാമിൽ തുറന്നു വിടുമ്പോൾ വെള്ളം വരണ ഭാഗമാണ് കേട്ടോ. ഒരു ചെടി അത് വിട്ടിട്ടില്ല. പിന്നെ അവിടെ സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പരിപാടികളൊക്കെ എന്തോ നടക്കുകയാണ്. ആരൊക്കെ ആദരിക്കൽ ചടങ്ങും പിന്നെ പാട്ടും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് കവികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എല്ലാ ഷട്ടറും തുറന്നു വിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഷട്ടറൊക്കെ തുറന്നു വിട്ട് പണ്ട് ചേട്ടനൊരു പണി കിട്ടിയതാണ്. വർക്ക്ഷോപ്പിലൊക്കെ വെള്ളം കയറി. എല്ലാം വർക്ക്ഷോപ്പിലുണ്ടായിരുന്ന ചേട്ടൻ്റെ വെൽഡിങ് മെഷീൻ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. എല്ലാം വെള്ളത്തിൽ പോയി. അങ്ങനെ ഒരുപാട് നഷ്ടം വരുത്തി വെച്ച ഒരു ഡാമായിരുന്നു. ഈ ഫുള്ള് ഷട്ടർ തുറന്നു വിട്ടിരുന്നപ്പോൾ അതൊക്കെയാണ് ഓർമ്മ വന്നത് കേട്ടോ. കാരണം ഇവർക്കൊരു കണക്കുണ്ടല്ലോ. അന്ന് അവർ തുറന്നു വിട്ടത് അളവിൽ കുറച്ച് കൂടുതലായിരുന്നു. അത് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തില്ല. അതുകൊണ്ടാണ് സംഭവിച്ചത്. നമ്മൾ കുറച്ചുകൂടി ഒന്ന് മുകളിൽ കയറിയിട്ട് വീഡിയോ എടുത്തായിരുന്നേ. ഇത് ഒറ്റ ഇതാ കണ്ടോ. അത് ചെറിയ ഒരു തോട് പോലെ അതിലോട്ട് പോവുക. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് കാണാനുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നടക്കുമ്പോഴേ മനുഷ്യൻ്റെ ഊപ്പാടിളവും. കേശുവിനെ പിന്നെ ഓട്ടം. കേശുവിനെ രാത്രിയും കൂടി ആയപ്പോഴത്തേക്ക് ഇവനെ പിടിച്ചാലും കിട്ടൂലയോ, വേറൊരു സൈഡിൽ കൂടി ഓടും. അപ്പോൾ കുറച്ച് ഭാഗത്ത് മറ്റേ മുയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുയൽ, പ്രാവൊക്കെ ഇരുന്ന് ഉറങ്ങിയിരുന്നു. പ്രാവും കിളിയും തത്തയൊക്കെ. മുയൽ മാത്രം അങ്ങനെ പതുങ്ങിയിരിക്കുക. 2-3 വരെ കണ്ടു. ഈ സമയത്ത് കേശുവിനെ നോക്കി നടക്കായിരുന്നു. കേശു വേറൊരു വഴി കൂടി മുകളിലോട്ട് കയറി ഓടി. പിന്നെ അവനെ വിളിച്ചുകൊണ്ട് വന്ന് അവനും കൂടി ഇത് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മളും കൂടി മുകളിലോട്ട് പോയത്. ഈ ചേട്ടനാണ് കേട്ടോ ഇവിടുത്തെ പുല്ലെല്ലാം പറക്കണത്. പുല്ലെല്ലാം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത ചേട്ടൻ അതായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. കഥകളി, കൊട്ടൽ, PP ഊതലെല്ലാം ഉണ്ട്. അവിടെ കഴിക്കാൻ വേണ്ടിയൊക്കെ ചായ, ബബ്ജി അങ്ങനെ ഇങ്ങനെ കൊണ്ട് നമ്മളവിടെ ഒന്നും കഴിച്ചില്ല. കാരണം അച്ഛൻ താഴെ നിൽക്കായിരുന്നു കേട്ടോ. നമ്മൾ മാത്രമാണ് ഡാമിൻ്റെ മുകളിൽ പോയിട്ട് അങ്ങറ്റം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയത്. ഇതിപ്പോൾ ഡാമിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഫുള്ള് ലൈറ്റ് നമുക്കിവിടെ നിന്ന് കാണാൻ കണ്ടോ. അടിപൊളി സെറ്റാണ്. ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ കാണാനൊക്കെ ഒരു അടിപൊളി സെറ്റാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നടക്കാനുള്ള ആരോഗ്യം കൂടി ഉണ്ടെങ്കിൽ ഏതൊരു കുഴപ്പമില്ല. കുറേ ദൂരം ഉണ്ടല്ലോ നടക്കാൻ. നമ്മളൊരു ശനിയാഴ്ച വൈകുന്നേരം പോയത്. അപ്പോൾ ഞായറാഴ്ച റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായതാണ് കേട്ടോ. ഇവിടെ ഷട്ടർ ഇരിക്കുന്നത് ഇവിടെ നിന്നാണ് തുറന്ന് വിടുന്നത്. പ്രത്യേക അളവുണ്ട് കേട്ടോ. അളവിൽ കൂടുതൽ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ മൊത്തത്തോടെ പോവും. അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഒരിക്കൽ പണി കിട്ടിയത്. അപ്പം നടന്ന് അപ്പുറത്ത് പോയപ്പോഴത്തേക്കും കല്യാണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് കാരയ്ക്ക് ഉപ്പിലിട്ടത്. പിന്നെ അത് വാങ്ങി. കേശു മാങ്ങയാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ നമ്മൾ വലിയ താഴോട്ടിറങ്ങി. ഇതിലും കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. ഒരു ആമ കിടപ്പുണ്ടായിരുന്നു. കേശു മാങ്ങ അരിഞ്ഞ് ഉപ്പിലിട്ട് മുളകും കൂടി തേച്ച് വെച്ചില്ല. മുളക് വേണ്ടാന്ന് പറഞ്ഞാൽ അത് മാത്രമേ വാങ്ങിയുള്ളൂ. പിന്നെ ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് റാക്കൊക്കെ ഉണ്ടായിരുന്നു കുറേ കേട്ടോ. ഈ പിള്ളേർ എന്നെയും കൂടി വലിച്ച് ആ റാക്കിൽ കൊണ്ടുപോയി ട്രെയിനിൽ.
ഞാൻ പോണില്ല എന്ന് പറഞ്ഞു നിന്നതാണ്. അപ്പോൾ കല്യാണിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടി, കേശുവിന് കയറിയേ പറ്റുമെന്ന് ഒരു സൈഡിൽ കരച്ചിൽ. ഇവിടെയൊക്കെ എല്ലാവരും അച്ഛനും ചേട്ടനും കൂടി നിർബന്ധിച്ച് എന്നെയും കൂടി പിടിച്ച് കയറ്റി വിട്ടു. അപ്പോൾ ഞാൻ തിരിച്ച് വരികയാണെങ്കിൽ എല്ലാവർക്കും കാണാം ചാറ്റാന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുകയാണ്. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ആദ്യമൊക്കെ പതുക്കെയാണ് പോയത്. പിന്നെ നമ്മളിതിലിരിക്കുമ്പം കുഴപ്പമില്ല. പിന്നെ കുറേ സമയം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്പീഡ് കൂടുമല്ലോ. സ്പീഡ് കൂടുമ്പോൾ ഈ വളയ്ക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് തെറിച്ച് പോകുന്നൊരു തോന്നൽ. കേശുവിന് ആദ്യം ചെറിയ പേടി ഉണ്ടായിരുന്നു, പിന്നെ 2 സ്റ്റെപ്പ് ആയപ്പോഴത്തേക്ക് അവൻ അങ്ങ് കൂളായി. അവനൊരു കുഴപ്പമില്ല. ഞാൻ നന്നാ പറഞ്ഞു തരുന്നു കേട്ടോ, ഞാൻ പോണില്ല എന്ന്. കേട്ടില്ല, എന്നെ ഒരു വലിച്ചതുകൊണ്ട് പോയതാണ്. പിന്നെ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു റേക്കുകൾ, എന്തോ പറയുക, അന്നലൂഞ്ഞാൽ, ട്രെയിന്, എയറോപ്ലെയിന്, പിന്നെ ബോട്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും കൂടി കയറാനുള്ള സാമ്പത്തികവും കൂടി വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇനി കേശു ഇതിലൊരു കുറേ ചാടി ഇവിടെ കിടന്ന് എന്നിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഒന്നും കിട്ടിയില്ല. തട്ടുകടയിൽ നല്ല ഉണക്ക പുട്ട് മാത്രം കിട്ടി. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു.